Radio C. Our campus, our voice. ഹലോ ചേതന. ഇന്ന് നിങ്ങളുടെ ഒപ്പം റേഡിയോ സിയിൽ RJ ആദിനാരായൺ. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ശോഭ ചേച്ചിയാണ്. ശോഭ ചേച്ചി നമ്മളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പൗലോ കൊയ്ലോൻ്റെ ഒരു ഫേമസ് നോവലാണ് ആൽക്കമിസ്റ്റ്. അത് കേട്ട് നമുക്ക് തിരിച്ചു വരാം. ദി ആൽക്കമിസ്റ്റ് എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ മലയാള അർത്ഥം രസവാദി എന്നാണ്. ഒട്ടും കേട്ടുകേൾവിയില്ലാത്ത വാക്കായി തോന്നുന്നുവല്ലേ? പരമ്പരാഗതമായി ലോഹങ്ങളെ സ്വർണമാക്കാനും അമൃത് കണ്ടെത്താനുമൊക്കെ ശ്രമിക്കുന്ന രസതന്ത്രജ്ഞരെയും തത്വചിന്തകരെയും എല്ലാം പറയുന്ന പേരാണ് രസവാദി എന്നത്. ആത്മീയ ജ്ഞാനം നേടി സ്വപ്ന സാക്ഷാത്കാരം നേടുന്നവൻ എന്നർത്ഥം. ഈ നോവൽ വായിച്ചു കഴിയുമ്പോൾ ഒരു നോവലിന് ഒരു വാക്കിലൊതുക്കിയ എഴുത്തുകാരൻ്റെ ബ്രില്യൻസിനെ നമ്മൾ നമിച്ചു പോകുക തന്നെ ചെയ്യും. ദി ആൽക്കമിസ്റ്റ് എന്ന നോവലിലെ ഒരു ചെറിയ ഭാഗം കേൾക്കൂ. ആൽക്കമിസ്റ്റ് പറഞ്ഞു, നീ കണ്ട കഴുകന്മാരുടെ പറക്കൽ പോലെയല്ലിത്. യുക്തി കൊണ്ട് മനസ്സിലാക്കാനാവില്ല. ഇത് നിർദ്ദേശിക്കുന്നത് പ്രപഞ്ചാത്മാവിനെ അറിയാനുള്ള മാർഗമാണ്. ജ്ഞാനികളായ നമ്മുടെ പൂർവികന്മാർ മനസ്സിലാക്കിയിരുന്നു സ്വർഗത്തിൻ്റെ തനിപ്പകർപ്പാണ് നമ്മൾ മുന്നിൽ കാണുന്ന ഈ ലോകമെന്ന്. ഇത് വെറും ഒരു പതിപ്പാണ് എങ്കിൽ ഇതിൻ്റേതായ കുറ്റമറ്റ പൂർണ്ണ രൂപത്തിലുള്ളൊരു മാതൃക ആദ്യമേ ഉണ്ടായിരിക്കേണ്ടിയിരിക്കുന്നു. അതും തീർച്ചയല്ലേ? വൈവിധ്യമാർന്ന വൈചിത്ര്യമാർന്ന എണ്ണമറ്റ വസ്തുക്കളെ കൊണ്ട് ഈശ്വരൻ ഈ പ്രപഞ്ചം നിറച്ചതും ആ ഒരു ഉദ്ദേശം ഉള്ളിൽ വെച്ചുകൊണ്ടാണ്. തൻ്റെ സൃഷ്ടികളെ കണ്ടും അറിഞ്ഞും മനുഷ്യൻ തൻ്റെ അനന്തമായ ആത്മീയ ശക്തിവിശേഷങ്ങൾ മനസ്സിലാക്കട്ടെ. നേരത്തെ ഞാൻ പ്രവൃത്തി അനുഭവം എന്നൊക്കെ പറഞ്ഞപ്പോൾ അർത്ഥമാക്കിയത് ഇതാണ്. അപ്പോൾ ഞാനും മരതകഫലത്തിലെ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കണം അല്ലേ? ഒരാൽക്കമിസ്റ്റിൻ്റെ പരീക്ഷണശാലയിലായിരുന്നു നീയെങ്കിൽ അത് വായിച്ചു മനസ്സിലാക്കാനുള്ള സമയം ഇതുതന്നെ എന്ന് പറയാം. പക്ഷേ നീ ഇപ്പോൾ പരീക്ഷണശാലയ്ക്കകത്തല്ലല്ലോ, മരുഭൂമിയുടെ നടുവിലല്ലേ. കണ്ണും കാതും മനസ്സും തുറന്ന് ഇതിൽ മുഴുകൂ. പ്രപഞ്ചത്തെ അറിയാനുള്ള വഴി നിനക്കീ മരുഭൂമി കാട്ടിത്തരും. മരുഭൂമി മാത്രമല്ല, പ്രകൃതിയിലുള്ള എന്തും ഏതും അതിനു കഴിവുറ്റതാണ്. സ്വന്തം ആത്മാവിലേക്ക് ശ്രദ്ധ തിരിക്കുക. അതിനറിയാത്തതായി ഒന്നും തന്നെയില്ല. കാരണം ഈ പ്രപഞ്ചാത്മാവിൽ നിന്നാണ് അത് രൂപം കൊണ്ടിരിക്കുന്നത്. ഒരു നാൾ അതിൽ തന്നെ ചെന്നു ചേരുകയും ചെയ്യും. ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്കായി ഞാൻ തിരഞ്ഞെടുത്ത ഏതാനും വരികളാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഇത് നിങ്ങളും വായിക്കണം. എന്നെ ആകർഷിച്ചതിൽ നിന്നും വ്യത്യസ്തമായി പലതും നിങ്ങളെ ആകർഷിക്കാനായി അതിൽ കാത്തിരിപ്പുണ്ട്. പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ശോഭ ചേച്ചി. ഈ നോവലിനെ പറ്റി നമുക്ക് പറഞ്ഞു തന്നത് ശോഭ ചേച്ചിയാണ്. അപ്പോൾ ഈ നോവൽ എല്ലാവരും വായിക്കുമല്ലോ അല്ലേ? റേഡിയോ സിയിൽ ഇന്ന് നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നത് RJ ആദിനാരായൺ. സ്റ്റേ ട്യൂൺഡ്. പറയുവാനിതാദ്യമായി വരികൾ മായേ, മിഴികളിൽ ഒരായിരം മഴവിൽ പോലെ ശലഭമായി പറന്നൊരാൾ അരികിൽ ചേരും. പതിയെ ഞാൻ തൊടുന്നതും അവളോമായും തീരാതെ ഉള്ളിലിനിയിളമഞ്ഞിൻ ചൂട്. നൂറാണ് നിന്റെ ചിറകിന് ചേലവും തൂവല്. നീയും ഞാനും പണ്ടേ പണ്ടേ പൂവും വണ്ടും തേൻകണങ്ങൾ തിളങ്ങും നേരം പിന്നെയും. പറയുവാനിതാദ്യമായി വരികൾ മായേ, മിഴികളിൽ ഒരായിരം മഴവിൽ പോലെ ശലഭമായി പറന്നൊരാൾ അരികിൽ ചേരും. പതിയെ ഞാൻ തൊടുന്നതും അവളോമായും. Radio C. Our campus.